വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം, ഞാനൊക്കെ നൂലപ്പം എന്നാ പറയാ, അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന മത്തിപ്പിക്കിൾ കാണാത്തവർ കാണുക. അതുപോലെ തന്നെ മത്തി വെച്ചിട്ട് മാത്രമല്ല, ഏത് ദശ കട്ടിയുള്ള ഫിഷ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിം റെസിപ്പി ചെയ്യാൻ പറ്റും. പക്ഷെ മുള്ള് റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ടൈറ്റായിട്ട്, അതായത് നല്ല നിറച്ചെടുത്തിട്ടുണ്ട് പൊടി. അപ്പോൾ ഇത് ഓൾറെഡി വറുത്ത പൊടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി വറുത്ത പൊടി വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ വീട്ടിലൊന്ന് വറക്കും. ഇപ്പോൾ ഈ പൊടിക്കുന്ന ഒരു വറുത്ത പൊടിയുടെ ഒരു മണം എനിക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വറുക്കുന്ന പൊടിക്കൊക്കെ ഒരു നല്ലൊരു മണമില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ പൊടി ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്, ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മീഡിയം തീയിലിട്ടതിന് ശേഷം ഈ പൊടി ഒരു നല്ല മണം വരുന്നവരെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് താഴെയുള്ള ഭാഗം മാത്രം പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും, മേലത്തെ ഭാഗം അതേസമയം ശരിയായിട്ടുണ്ടാവില്ല. നമ്മളെ നാട്ടിലൊക്കെ പുട്ടിൻ്റെ പൊടിയാണെങ്കിലും ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിലൊക്കെ മിക്കവരുടെ വീട്ടിൽ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വീട്ടിൽ വറക്കില്ലേ സാധാരണ ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പോഴാണല്ലോ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയൊക്കെ ഉള്ളത്. അതും മാത്രമല്ല, പല ബ്രാൻഡിനും പല ടേസ്റ്റാണ്. ഇപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഡബിൾ ഹോസാണ് വാങ്ങിക്കാറുള്ളത്. ബാക്കിയുള്ള ബ്രാൻഡ് എനിക്ക് അറിയില്ല. ആദ്യമൊക്കെ പല ബ്രാൻഡ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഡബിൾ ഹോസ് ആണെങ്കിൽ പോലും ഒന്ന് വറക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു വറുത്ത പൊടിയുടെ മണം വരുന്നവരെ നമ്മളിതൊന്ന് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നിങ്ങൾക്ക് ഒരുമിച്ചെടുത്ത് വറുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് അധികം പൊടി വാങ്ങിച്ചിട്ട്, അതായത് 1 കിലോ പൊടി സൗകര്യമുള്ള സമയത്ത് ഇതൊന്ന് ഒരുമിച്ച് വറുത്ത് വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന സമയത്ത് വറുത്താലും കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഈ അടുപ്പിൽ വറുക്കുന്നേക്കാളും പകരമായിട്ട് ഞാൻ മൈക്രോവേവിൽ വെച്ച് 2 മിനിറ്റ് അടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. ഒരു പരന്ന പ്ലേറ്റിൽ ഈ പൊടി ഇടുക, അതിനുശേഷം 1 മിനിറ്റ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റ് അടിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ പൊടി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ അടുപ്പത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊടി ശരിക്കും നല്ലോണം വേവണം, എന്നാലാണ് നമുക്ക് നല്ല ഇടിയപ്പം കിട്ടുള്ളൂ. പൊടി വെന്തിട്ടില്ലെങ്കിൽ ഇടിയപ്പത്തിന് ടേസ്റ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. നമ്മുടെ പൊടി ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി അധികം നേരം ഇളക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇത് നമുക്കിതൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 4 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് കുക്കറാണെന്ന് വെച്ചാൽ വളരെ ചെറിയ കുക്കർ എടുക്കരുത്, കാരണം വളരെ ചെറിയ കുക്കർ എടുത്ത് കഴിഞ്ഞാൽ ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ കുക്കർ എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു നല്ല അടികട്ടിയുള്ള പാത്രം എടുത്താൽ മതി. പക്ഷെ അത് അടച്ചു വെക്കണം, നമുക്ക് ഒട്ടും ആവി പോവാണ്ട് അതിങ്ങനെ കുറേ നേരം ഇരിക്കണം. അതുകൊണ്ട് കുക്കർ എടുക്കുകയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഈ കുക്കറിലോട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പൊടി എടുത്തിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ, ഇപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ അളവിൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ പൊടി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം 1.5 ഗ്ലാസ്. അപ്പോൾ ഈ ഗ്ലാസ്സിലാണ് ഞാൻ പൊടി എടുത്തത്, അതുകൊണ്ട് ഞാൻ ഇതിൽ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അതിനുശേഷം അതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇഷ്ടമല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഇടിയപ്പത്തിന് ഒരു ഉപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപ്പ്. ഇനി ഇത് നന്നായി തിളക്കട്ടെ. ഈ നന്നായി തിളച്ചതിന് ശേഷം വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഇപ്പം പറയാൻ പോകുന്ന റെസിപ്പി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ ഈ 1.5 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചിരിക്കുന്നത്, അതിന് പകരമായിട്ട് 1 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഈ വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഞാൻ പറയാൻ പോണ പോലെ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള അപ്പം കിട്ടും. കാരണം ജാൻ്റെ അമ്മയുടെ റെസിപ്പിയാണത്, നാളികേരപ്പാലിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ അത് ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും നാളികേരപ്പാൽ എടുക്കാൻ ഇഷ്ടമല്ല, അത് വിഷമാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മടിയന്മാരാണെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന റെസിപ്പി ചെയ്താൽ മതി. അതേ നാളികേരപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ റെസിപ്പി ചെയ്താൽ മതി. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടെ നല്ല കട്ടി 1/2 ഗ്ലാസ് നാളികേരപ്പാൽ ഇട്ടിട്ട് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിടുന്നത് കേട്ടോ.
അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതും നന്നായിട്ട് തന്നെ ഉണ്ട്, സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. രണ്ട് റെസിപ്പിയും കൊള്ളാം. അപ്പോൾ എനിക്ക് മടിയില്ലാത്ത സമയത്ത് ഞാൻ നാളികേരപ്പാൽ ഒഴിച്ച് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യുക്കായൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ഈ റെസിപ്പി ചെയ്യും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടും ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബൗളിൽ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബൗളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഇളക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൗളിലോട്ട് മാറ്റിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. പിന്നെ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഓരോ പൊടിക്കും വ്യത്യാസം വരും. അപ്പം നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്തിയാൽ മതി. ചിലപ്പോൾ ചില പൊടികൾക്ക് 1.25 മതിയാവും, ചിലത് 1.25 വേണ്ടി വരും. അപ്പോൾ അതൊക്കെ പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് മാറ്റം വരും. അപ്പം നന്നായി ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും വെള്ളം തട്ടണം. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയതിന് ശേഷം ഇതങ്ങ് അടച്ചു വെക്കണം. ഇതുമലൊക്കെ ഉള്ള ഇതൊക്കെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കുക്കർ അടയ്ക്കാൻ പോവാണ്. ഇതൊരു 15 മിനിറ്റ് നേരം ഇത് നമ്മൾ മാറ്റി അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇരുന്ന ചൂടോടുകൂടി ഇനി ഇരുന്ന് അതിൽ വെവട്ടെ. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വെയിറ്റ് വെച്ചിട്ടുണ്ട്, വെയിറ്റ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ അടുപ്പിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. തണുപ്പായിട്ടുള്ള അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാൻ. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മാവും റെഡി ആയിക്കോളും. ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമ്മൾ മാവ് ഒരു വൈഡ് ആയിട്ടുള്ള പാത്രത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 16 ഇടിയപ്പമാണ് ഈ ഒരു കണക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ 16 ഇടിയപ്പം മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുക്കറിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് പതുക്കെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അങ്ങ് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഈ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ചൂടുണ്ടാവുള്ളൂ. ചൂടുണ്ട്, എന്നാലും കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ചൂട് വേണം, അല്ലെങ്കിൽ നമ്മളെ മാവ് നമ്മൾ ഉദ്ദേശിച്ച അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. നന്നായി അങ്ങ് കുഴച്ചെടുക്കുക. അതിനുശേഷം ഞാൻ കാണിക്കാം. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. സോഫ്റ്റ് ആയില്ലെങ്കിൽ എന്താ പണിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചിലിട്ട് നമ്മൾ പിഴിയുമ്പോൾ അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പണ്ടൊക്കെ ഞാൻ ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്, പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ നിന്നതിന് എൻ്റെ ദൈവമേ നമ്മുടെ യൂണിയൻകാരെ വിളിക്കേണ്ടി വരും. അതുപോലെ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അന്നത്തെ രാവിലത്തെ നമ്മുടെ മൂടേ പോവും. പിന്നെയാണ് എനിക്ക് ഇങ്ങനെ അമ്മ പറഞ്ഞു തന്നത് നാളികേരപ്പാൽ ഒഴിച്ചുള്ള പരിപാടി. നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുണ്ടായിരുന്നത്. പിന്നെ ഈ റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഇതായി ചെയ്യൽ. ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി അതങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പരുവത്തിലങ്ങ് കുഴച്ചെടുക്കുക. ഇനി ഇത്ര മതി. ഇനി നമുക്ക് എല്ലാതും അങ്ങ് പിഴിഞ്ഞ് വെക്കാം. ചൂടോടുകൂടി പിഴിഞ്ഞ് വെച്ച ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആവാൻ തുടങ്ങും. പക്ഷേ നാളികേരപ്പാൽ ഒഴിക്കണേ ഒരിക്കലും അത് ടൈറ്റ് ആവില്ല. അതാണ് അതിൻ്റെ വേറൊരു ഗുണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ചെറിയ ഉരുളകൾ ഇട്ടാലും മതി. ഇതേപോലെ ഉരുട്ടി അതിലിട്ട് കൊടുക്കും. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതിനൊരു സ്ഥലം കൊടുക്കണം. കുറച്ച് നമുക്ക് ഇട്ടാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ തിക്കി ഇടാൻ പാടില്ല. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു ഇഡലിയുടെ തട്ടിലോട്ട് നമുക്ക് പ്രസ് ചെയ്ത് പിഴിഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അത് ഡിസൈഡ് ചെയ്യാം കേട്ടോ. എല്ലാത്തിലും അതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ അച്ചുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ 2 തരത്തിൽ പിഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര നൈസ് ആയിട്ടുള്ള അച്ചാണിത്. അപ്പോൾ അതിൻ്റെ ഇത് 2 എണ്ണം, മറ്റേത് ഇത് കുറച്ചും കൂടി വലുതാണ്. സ്റ്റീമറിൽ വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്, നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് ഇത് വെന്തോളും. അപ്പോൾ നമ്മൾ തുറന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ എടുത്ത് കയ്യിൽ തടവിട്ട് അതൊന്ന് ഇതിലൊന്ന് പരട്ടി കൊടുക്കുക. കാരണം നമുക്ക് ഇടിയപ്പം വേഗം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കുത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണ ആവാൻ പാടില്ല കേട്ടോ. അതായത് വിട്ടു പോരണം, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, നൂല് പോലത്തെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എൻ്റെ കയ്യിലുള്ളത്. വേണമെങ്കിൽ പരത്തി നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. പരത്തി ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്കങ്ങ് ഫുള്ളായിട്ടങ്ങ് ചെയ്തെടുക്കാം. ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാവ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ മാവ് ഭയങ്കര സോഫ്റ്റ് ആവരുത്, അതേസമയം ഹാർഡ് ആവരുത് കേട്ടോ. ആ ഒരു പരുവായിരിക്കണം. ഇപ്പം ചില ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ല, ഒരു വലിയ തട്ടിൽ വലിയ നൂലപ്പം. അതങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടെടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് വലുതായിട്ടൊരു നൂലപ്പായിട്ടും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ തട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. ഒരു വെറൈറ്റി ആയിക്കോളൂ അത്.
അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അത് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ടൈറ്റായിരിക്കും, കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിട്ടും ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് നല്ല ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നമുക്ക് 2 കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് പിഴിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പണി കഴിയും. അല്ലാണ്ട് ഒരുമിച്ച് എടുത്ത് വെക്കുന്നതിന് എനിക്ക് വലിയ യോജിപ്പില്ല. ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1 കപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അടുത്ത 1 കപ്പ് ചെയ്യാനാണ്. ഇടിയപ്പം വെന്തിട്ടുണ്ട്, ആവി വറക്കുന്ന കാരണം ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുക്കുകയാണത്. ഞാൻ അടുത്തത് ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. തൊട്ട് നോക്കണം, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേസമയം കയ്യിലോട്ട് ഒട്ടി പിടിക്കുന്നില്ല. അതാണ് അതിൻ്റെ പരുവം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. നമ്മുടെ ഇടിയപ്പത്തിന് ആവി പറക്കുന്നുണ്ടല്ലേ, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാൻ. കാരണം ഇതോടുകൂടി ഇപ്പോൾ ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഷേപ്പൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. അതിന് ശേഷം നമുക്ക് പതുക്കെ നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ സെർവിങ് പ്ലേറ്റ് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാസറോളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഏതിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ആ മോൾഡിലോട്ട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം എല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം താഴോട്ട് പോന്നോളും, അത് ഒട്ടി പിടിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇടിയപ്പം നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ സോഫ്റ്റ് നൂലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുട്ടക്കറിയുടെ കൂടെ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെസിപ്പിയിൽ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ അളവ് നിങ്ങൾ ചെയ്ത് നോക്കൂ, എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള കാര്യം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ടക്കറിയുടെ കൂടെയോ നാളികേരപ്പാലും പഞ്ചസാരയുടെ കൂടെ, എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ നാളികേരപ്പാലും പഞ്ചസാരയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ കഴിക്കുക. ഞാൻ ഇഡ്ഡലിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരുമിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. അതിന് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി ബാക്കി കുറച്ചുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് അത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ച് ചൂടാക്കിയാലും മതി. പക്ഷേ സ്റ്റീമറിൽ വെക്കുമ്പോഴാണ് കുറച്ച് അതിൻ്റെ ശരിക്കുള്ള ഫ്രഷ്നെസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.